അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. തലമറക്കലും തലപ്പാവ് ധരിക്കലും ഇസ്ലാം നിശ്ചയിച്ച പ്രകാരം വെള്ളിയാഴ്ച ദിവസം ധരിക്കുന്നവർക്ക് വേണ്ടി അള്ളാഹുവും മലക്കുകളും പൊറുക്കലിനെ തേടുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. വാസിലത്ത് ബിനു അസ്കഹ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഇബ്നു ഇമാദ് റളിയല്ലാഹു അൻഹു പറയുന്നു, തലപ്പാവ് ധരിച്ചിട്ടുള്ള ജുമുഅ നിസ്കാരം തലപ്പാവ് ധരിക്കാതെയുള്ള 70 നിസ്കാരത്തേക്കാൾ ശ്രേഷ്ഠമാണ്. തലപ്പാവ് ധരിക്കുന്നവർ അതിൻ്റെ വലിപ്പവും മേന്മയും നിർണയിക്കേണ്ടത് അത് ധരിക്കാനുള്ള യോഗ്യത അനുസരിച്ചാവണം. അതത് കാലഘട്ടത്തിലെ പാണ്ഡിത്യ മികവിനെ പരിഗണിച്ചായിരിക്കും അത് നിർണയിക്കുക. വലിയ തലപ്പാവ് കെട്ടിയിട്ടുള്ള അമിതത്വം കറാഹത്താണ്. അതോടൊപ്പം പണ്ഡിതന്മാരുടെ വസ്ത്രധാരണം സാധാരണ അങ്ങാടിക്കാരനോ അങ്ങാടിക്കാരുടെ വസ്ത്രധാരണം പണ്ഡിതനോ ധരിക്കുന്നത് അശുഭകരവും ഉദര സംസ്കാരത്തിന് ഭാഗം വരുത്തുന്നതുമാണ്. തൊപ്പിയുടെ മേൽത്തലയിൽ കെട്ട് ധരിച്ചാലും തൊപ്പിയില്ലാതെ ധരിച്ചാലും പ്രസ്തുത പുണ്യം കിട്ടുകയില്ല. പരിപൂർണത തൊപ്പിയുടെ മീത്തെ ധരിക്കലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തലപ്പാവ് തലക്കു ഭാരമാവുന്ന രീതിയിൽ വലുതല്ലായിരുന്നു എന്നതോടൊപ്പം വളരെ ചെറുതുമായിരുന്നില്ല. പണ്ഡിതന്മാരോട് സാമ്യതയുണ്ടാവാൻ അവരുടെ വേഷം അതേപടി സാധാരണക്കാർ ചെയ്യുന്നത് നിഷിദ്ധമാണെന്നാണ് പ്രബല അഭിപ്രായം. സാധാരണക്കാർ ഈ വേഷം കെട്ടിയത് കാരണം ഇയാൾ പണ്ഡിതനും ഉന്നതുമാണെന്ന് മറ്റുള്ളവർ തെറ്റിദ്ധരിക്കാൻ ഇടയാവുമ്പോൾ മാത്രമാണ് നിഷിദ്ധമെന്ന് ഇമാം സർക്കസി റളിയല്ലാഹു അൻഹു സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. ഇഹാനത്ത് 2:130 കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.